ഹലോ ഗായ്സ്, ഐഷൻ ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു അടിപൊളി മനോഹരമായ ഒരു വീഡിയോയുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇന്ന് ഞങ്ങൾ പോകുന്നത് ചൂട്ടാട് ബീച്ചിലേക്കാണ്. ഇന്നത്തെ ഒരു ബീച്ചിലെ ഒരു വ്ളോഗാണ്. ഇത് ചെറിയൊരു വ്ളോഗാണ്. അപ്പോൾ ഇഷ്ടപ്പെടുന്നവരൊക്കെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയങ്ങാടിയുള്ള ചൂട്ടാട് ബീച്ചിലാണ് ഞങ്ങൾ ഇന്നത്തെ വൈകുന്നേരം പോയത്. അവിടെ ബീച്ച് ഫെസ്റ്റ് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് നല്ല ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കൂടാതെ ഒരുപാട് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് റൈഡ്സൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു അടിപൊളി ബീച്ചാണ് കണ്ണൂരിൽ. അപ്പോൾ ഇവിടെ പോയവരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പോകാത്തവരാണെങ്കിൽ ഒന്ന് പോയിട്ട് എൻജോയ് ചെയ്യുക. വെക്കേഷനൊക്കെ അല്ലേ, അപ്പോൾ കുട്ടികൾക്കും ഒക്കെ ഒരു എൻജോയ്മെൻ്റ് ആകും. അപ്പോൾ അടിപൊളി ബീച്ചാണ്, നല്ല അടിപൊളിയാണ് കേട്ടോ ബീച്ച് സൈഡൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതൊക്കെ ലൈറ്റിങ്സ് ആണ്. അപ്പം കുറച്ചും കൂടെ കഴിഞ്ഞ് കുറച്ചൊരു സന്ധ്യയൊക്കെ ആയിക്കഴിഞ്ഞാൽ എന്തായാലും ലൈറ്റും കൂടെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ തിരിച്ചു വരുന്നതിന് മുന്നേ ലൈറ്റൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കൂടെ കാണിച്ചു തരാം. അപ്പം ജസ്റ്റ് ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് നടക്കാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് റൈഡ്സ് ഉള്ളത് കാരണം ഐബൂട്ടൻ അതിലേക്കാണ് ഓടിപ്പോയത്. അപ്പോൾ അവന് ഇഷ്ടപ്പെട്ട കുറേ റൈഡ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ഒരു റൈഡിൽ അവൻ അതിൽ കയറ്റി. അപ്പം അതിൽ അരമണിക്കൂർ അവൻ അതിൽ തന്നെ കളിക്കാൻ പറ്റും കേട്ടോ. ഒരു സ്പോഞ്ച് പോലത്തെ ഒരു സംഭവം ഉണ്ടല്ലോ, കയറിയിട്ട് തുള്ളുന്ന. അപ്പം അതിലാണ് അവൻ എപ്പോൾ പോയാലും കയറുക. അപ്പോൾ അതിൽ അവൻ കയറിയിട്ടാണുള്ളത്. അപ്പം ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഐവൂട്ടൻ അതിൻ്റെ അകത്ത് നിന്ന് വരുന്നുണ്ട് കേട്ടോ. മുകളിൽ അങ്ങ് റൈറ്റ് സൈഡിൽ ഫസ്റ്റിൽ വരുന്നുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ട് അതിൽ നിന്ന് കളിച്ചിറങ്ങിയാണ് കേട്ടോ. ഭയങ്കര തിമിർത്ത് കളിയിലാണ് ഇതിൽ കയറിയതിൻ്റെ സന്തോഷമാണ് അവന്. അപ്പോൾ ഒത്തിരി കുട്ടികളുണ്ടായിരുന്നു കേട്ടോ അവൻ്റെ കൂടെ. അതിൽ ആ ഒരു കളിക്കുന്ന ആ ഒരു സംഭവത്തിൽ കയറാനൊക്കെ വേണ്ടിയിട്ട് മുകളിലേക്ക് കയറാണ് കേട്ടോ. നിങ്ങൾക്കിപ്പോൾ നോക്കിയാൽ മനസ്സിലാവും. ഐവട്ടം കയറി കയറി മുകളിലോട്ടേക്ക് പോകുന്നുണ്ട്. ഓ, ഇതൊക്കെ അടിപൊളിയാണ് കേട്ടോ. പിന്നെ കുറച്ചും കൂടെ കഴിഞ്ഞ് നമ്മൾ അവിടെ എത്തുമ്പോഴേക്ക് കുറച്ച് നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ചൊക്കെ വെയിലൊക്കെ പോകുന്നത് വരെ അവൻ ഇങ്ങനെ റൈഡ്സിലൊക്കെ കയറിയിട്ട് കുറച്ച് കളിച്ചിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ കുറേ സ്റ്റാളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഫുഡിൻ്റെയും പിന്നെ ഐസ്ക്രീം സ്റ്റാളും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കളിപ്പാട്ടം അങ്ങനെയൊക്കെ ആയിട്ടൊരു സ്റ്റാളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ബോട്ടിങ്ങും ഉണ്ട് കേട്ടോ. വേണമെന്നുള്ളവർക്ക് അവിടെ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബോട്ടിങ്ങിൽ കൊണ്ടുപോകും. പിന്നെ നമ്മൾ ഈ തവണ പോയപ്പോൾ ബോട്ടിങ്ങിലൊന്നും കയറിയിട്ടില്ല. നമ്മൾ അതിന് മുന്നേ ഒക്കെ പോയപ്പോഴും ബോട്ടിങ്ങൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ അവിടെ. അതുകൊണ്ട് അങ്ങനെ അതിൽ കയറിയിട്ടില്ല. മോന് ഇഷ്ടപ്പെട്ട കുറച്ച് റൈഡ്സിലൊക്കെ കയറി കളിച്ചിട്ട് പിന്നെ കുറച്ച് സമയം ബീച്ച് സൈഡിലേക്ക് പോയി കേട്ടോ. അവിടെ കുറേ ഊഞ്ഞാലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒട്ടകവും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അയ്യൂട്ടന് കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ക്യാമലിൻ്റെ മുകളിൽ കയറണം എന്ന് കേട്ടോ. അപ്പം അവൻ്റെ ആഗ്രഹമല്ലേ നമ്മുടെ ആഗ്രഹവും അല്ലേ, അവൻ്റെ സന്തോഷമല്ലേ നമുക്കും വലുത്. അപ്പം അങ്ങനെ അവനെയും അതിൽ കയറ്റി ഒട്ടകത്തിൻ്റെ മുകളിലൊക്കെ കയറ്റി കേട്ടോ. ലാസ്റ്റ് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ എടുത്തു എന്ന് തോന്നുന്നു. എന്തായാലും ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ പുറമേ ആയിട്ട് തന്നെ വേറെ പാർക്കും ഉണ്ട് കേട്ടോ കളിക്കാൻ വേണ്ടിയിട്ട്. അവിടെയും പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഹാഫ് അവർ അങ്ങനെ എന്തോ ഉള്ളിൽ കയറിയിട്ട് കളിക്കാൻ പറ്റും. പിന്നെ നല്ല തിരയായിരുന്നു കേട്ടോ കടലിൽ, നല്ല അടിപൊളിയായിരുന്നു. ഞങ്ങൾ കുറച്ച് സമയം കുറച്ച് നീളത്തിൽ അങ്ങനെ നടന്നു വന്നു കേട്ടോ. പോകുമ്പോഴും തിര ഇല്ലെങ്കിലും തിരിച്ചു വരുന്ന സമയത്ത് ഇച്ചിരി തിരയൊക്കെ അങ്ങ് കൂടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തിരിച്ചു വരുന്ന സമയത്ത് ഇച്ചിരി പേടിച്ചു പോയി. പിന്നെ അവിടെ കരിങ്കൽ ഭിത്തിയൊക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടോ കടലിന് നടുക്കൂടെ കുറച്ച് നടന്ന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു സ്പോട്ടിലും കുറേ പേരുണ്ടായിരുന്നു. അപ്പം അയ്യൂട്ടൻ വെള്ളത്തിൽ നല്ല കളിയിലാണ് കേട്ടോ. അവന് വെള്ളം കണ്ടു കഴിഞ്ഞാൽ അതിൽ നീന്തണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാശിയായിരുന്നു. പിന്നെ അധികം അങ്ങനെ വെള്ളത്തിലൊന്നും വിട്ടില്ല. ഞങ്ങളുടെ കൂടെ തന്നെ അവനെ കൊണ്ട് നടന്നു കേട്ടോ. പിന്നെ അവൻ്റെ ആഗ്രഹമായ ഒട്ടക സവാരിയിൽ അങ്ങ് കയറുമ്പോൾ ഇച്ചിരി ഇരുട്ടായിട്ടുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് കയറാൻ വേണ്ടിയിട്ട് ഇച്ചിരി പേടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ കയറി. ഇതിൻ്റെ ഒരു ഷോർട്സ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു.
നമ്മുടെ യൂട്യൂബ് ചാനലിൽ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് കണ്ടോക്കണം കേട്ടോ. അപ്പോൾ ബീച്ചിലെ ഒരു വ്യൂ ആണിത് കേട്ടോ. കുറച്ച് സന്ധ്യ ആയപ്പോൾ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു, ഓരോ സൈഡിലായിട്ട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. നല്ല ലൈറ്റിങ്സ് ഒക്കെ ആയിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പോൾ ഐവുന് എന്തായാലും ഈ ബീച്ച് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ ഒരുപാട് ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെയൊക്കെ ഇരുന്ന് നമുക്ക് ഇങ്ങനെ ഫാമിലി ആയിട്ട് പോയിട്ട് ഊഞ്ഞാലൊക്കെ ആടി സംസാരിച്ചൊക്കെ ഇരുന്ന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനൊക്കെ നല്ല ഒരു അടിപൊളി ബീച്ചാണ്. അപ്പോൾ ഇതാണ് അവിടുത്തെ ബീച്ചിലെ വ്യൂ കേട്ടോ. പിന്നെ ലാസ്റ്റ് നമ്മൾ പുറത്തിറങ്ങാൻ പോകുന്ന സമയത്ത് ഐവൂട്ടനെ വീണ്ടും റൈഡിൽ കയറണം എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ എന്തായാലും അവൻ പറഞ്ഞതല്ലേ, നമ്മൾ ഇവിടം വരെ വന്നല്ലേ എന്ന് വിചാരിച്ചിട്ട് ഹോസിൽ അങ്ങ് കയറ്റി. ഹോസിൽ ഇതിൽ 30 റുപ്പീസ് അങ്ങനെ എന്തോ ആയിരുന്നു ടിക്കറ്റ് റേറ്റ് വന്നത്. കുറച്ച് സമയം അവനിങ്ങനെ അതിലും കളിച്ചു കേട്ടോ. പിന്നെ ഇതിൽ നമ്മൾ കയറുന്ന സമയത്ത് ആരും തന്നെ ഉണ്ടായില്ല. അപ്പോൾ അവൻ ഒറ്റയ്ക്കായിരുന്നു കേട്ടോ ഹോസിൽ പോയിക്കൊണ്ടിരുന്നത്. ഭയങ്കര ത്രില്ലിലാണ് ഓരോ റൈഡ്സിലും കയറിയതിൻ്റെ. പിന്നെ ഇതും കഴിഞ്ഞിട്ട് ഇതിൻ്റെ സൈഡിൽ തന്നെ ഒരു ഹെലികോപ്റ്റർ റൈഡും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് കണ്ടപ്പോഴും മൂപ്പർക്ക് അതിലേക്കും കയറണം എന്നുള്ളൊരു ചാട്ടമായിരുന്നു. പിന്നെ ഞങ്ങൾ അതിലും കൂടെ കയറ്റി കേട്ടോ ഹെലികോപ്റ്ററിൽ. അതിലും ഇതിലൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഫീസാണ് കേട്ടോ. അപ്പോൾ അതിലും കയറ്റി. അതിൽ 50 or 80 റുപ്പീസ് ആയിരുന്നു ആ ഒരു ഹെലികോപ്റ്ററിൽ. അപ്പോൾ അവൻ പറഞ്ഞു, അമ്മ എന്തായാലും ഹെലികോപ്റ്റർ കയറിയില്ലല്ലോ, അപ്പോൾ ഇതിൽ കയറണം എന്ന് പറഞ്ഞു. അപ്പം അതിലും അങ്ങനെ കയറി. ഇതിലും ഐവൂട്ടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഈ ഒരു സമയത്ത് നമ്മൾ ഇറങ്ങാൻ പോകുമ്പോൾ. അതിന് മുന്നേ നല്ല റഷായിരുന്നു, പക്ഷെ അവൻ അപ്പോഴും കയറിയില്ല. തിരിച്ചു വരുമ്പോഴാണ് കയറണം എന്ന് പറഞ്ഞത്. അപ്പോൾ പിന്നെ അതിലും ഞങ്ങൾ കയറ്റി. കുറച്ച് സമയം ഇതിലും കൂടെ കയറിയതിന് ശേഷമാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ പോകുമ്പോൾ വെയിലാണെങ്കിലും നമ്മൾ തിരിച്ചു വരുമ്പോൾ കുറച്ച് ഇരുട്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വ്യൂ ആയിരുന്നു കേട്ടോ ബീച്ചിൽ. നല്ല ലൈറ്റിങ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നല്ല വ്യൂ ആയിരുന്നു. ഒത്തിരി പേരുണ്ടായിരുന്നു കേട്ടോ, ഫാമിലി ആയിട്ട് വന്നിട്ടൊക്കെ അവിടെ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു ബീച്ച്. ഒന്നാമത് ബീച്ച് ഫെസ്റ്റും കൂടെ നടക്കുന്നത് കാരണം നല്ല ലൈറ്റിങ്സ് ഒക്കെ ആണ് കേട്ടോ. അപ്പോൾ അവിടെ ചൂട്ടാട് ബീച്ച് പാർക്ക് എന്ന് എഴുതിയ അവിടെ നിന്നിട്ടൊരു ഫോട്ടോ ഒക്കെ എടുത്തു. പക്ഷേ ഇരുട്ടായിരുന്നു കേട്ടോ, ഫോട്ടോ വലിയ ക്ലിയർ ഒന്നും ഇല്ല. എന്നാലും ഒരു ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ ഐവൂട്ടന് 2-3 ഫോട്ടോസൊക്കെ എടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ലൈറ്റിൻ്റെ താഴത്തൊക്കെ നിന്നിട്ട് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. പുതിയൊരു വീഡിയോ വരുന്നതാണ്. ബൈ ഓൾ ബൈ.